ഹലോ കൂട്ടുകാരെ, രമ്യാസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെയെല്ലാം സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുന്ന ഒരു രസമാണ്. രസം പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. പരിപ്പ് ചേർത്തിയിട്ടുള്ള രസവും പരിപ്പ് ചേർത്താതെയുള്ള രസവും ഉണ്ടാക്കാറുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് പരിപ്പ് ചേർത്തിയിട്ടുള്ള രസമാണ്. പരിപ്പ് ചേർത്തിയിട്ടുള്ള രസം ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ സ്വല്പം പരിപ്പെടുത്ത് കഴുകി വൃത്തിയാക്കി അത് കുക്കറിലോട്ട് ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് 2 തക്കാളി അതിലോട്ട് മുറിച്ചിട്ട് സ്വല്പം കായ പൗഡറും ചേർത്തി ആവശ്യത്തിന് ഉപ്പും ചേർത്തി നമുക്ക് അത് ഒരു 3-4 വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. പരിപ്പും തക്കാളിയും വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള ഒരു മസാലക്കൂട്ട് റെഡിയാക്കാം. മസാലക്കൂട്ട് റെഡിയാക്കുന്നതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്വല്പം കുരുമുളകും, നമുക്ക് എരിവനുസരിച്ചിട്ട് കുരുമുളക് എടുത്താൽ മതി കേട്ടോ. സ്വല്പം ജീരകവുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ജീരകവും കുരുമുളകും ചേർത്ത് ഒന്ന് നല്ലോണം പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് തന്നെ നമുക്കൊരു 3-4 വെളുത്തുള്ളി ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് രസം കടുക് വറക്കുന്നതിനായിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിലോട്ട് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ അതിലോട്ട് കടുകും ഉലുവയും ചേർത്ത് അതെല്ലാം ഒന്ന് ആയതിന് ശേഷം നമുക്ക് 2 വറ്റൽമുളകും സ്വല്പം കറിവേപ്പിലും ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടും ചേർത്ത് അതിനോടൊപ്പം തന്നെ ഒരു സ്വല്പം മുളക് പൊടിയും ചേർത്ത് നമുക്കിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പരിപ്പ് അതിലോട്ട് ഒഴിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാനിവിടെ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് വെള്ളത്തിട്ട് വെച്ചിരിക്കുന്നത്. അതെല്ലാം പിഴിഞ്ഞെടുത്ത് നമുക്ക് അതിലോട്ട് ഒഴിച്ച് അതെല്ലാം നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാനിവിടെ സ്വല്പം മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ മല്ലിയിലയും അതിലോട്ട് ചേർത്തി നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസം റെഡിയാക്കാവുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.